അപ്പൊ മൂലേര് പറഞ്ഞു, നിങ്ങള് ശരിക്കും ആയത്തുൽ കുർസി ഓതിയിട്ടുണ്ടോ? മഖ്റജ് തെറ്റാതെ. ശരിക്കും ഓതിയിട്ടുണ്ട്, എന്നാ ഓതി കാട്ടിയിരുന്നു. അപ്പൊ ഉമ്മാമാക്കാണെങ്കിൽ ഓതാൻ കഴിയണില്ല. എനിക്കറിയില്ല മൂലേരെ. അപ്പൊ നിങ്ങൾക്ക് അറിയാതെ എങ്ങനെയാ മഖ്റജ് തെറ്റാതെ നിങ്ങൾ ഓതി വന്നിരിക്കുക? അതിലാണ് ഇമാം പറഞ്ഞത്, മൊബൈലാണ്ട് ഓണാക്കുന്നിട്ട് ഹറമിൽ ഇമാം ആയത്തുൽ കുർസി ഓതിന് അവിടെ വെക്കും. ഇമാം ഓതി കഴിഞ്ഞാൽ ഉമ്മാമ ഓതും. ഓത്ത് ഇമാമ് ഊത്ത് ഉമ്മാമ. പിന്നെ എങ്ങനെ ഇപ്പൊ തലവേദന മാറി? മുത്താലിമീന്റെ കയ്യിലും തന്നെയാണ്. ലമീർ മടങ്ങണ ഇപ്പൊ നീക്ക, നമ്മള് ഇയ്യാന്ന് മടക്കിന്ന് പുറത്തേക്കാ. ഇപ്പൊ ഈ അതിന്റെ ഉള്ളിക്കാ മടങ്ങണ. ബലാലാ മൊബൈലേ മുതഅല്ലിമേ കലാം ലാഭിച്ചിടോ മുതകല്ലിമേ. എന്റെ ദർസിൽ ഒരു കുട്ടി അമിതമായിട്ട് ഉപയോഗിക്കുന്നുണ്ടപ്പോ ഞാൻ അപ്പൊ പോയി ഉണ്ടാക്കിയ ഒരു കവിതയാണ്. ഓൻ പിന്നെ ഉപയോഗിച്ചിട്ടില്ല. ബലാലാ മൊബൈലേ മുതഅല്ലിമേ കലാം ലാഭിച്ചിടോ മുതകല്ലിമേ. നെറ്റ്വർക്ക് നന്നായി ലഭിച്ചാൽ പിന്നെ നോട്ടമില്ല നാട് പേടി എങ്ങോട്ടെന്നേ. നിന്നും ഇരുന്നും കിടന്നും നാം നോക്കുന്നേ, നെന്മാനാശത്തിലായി കലാശിക്കുന്നേ. ഞാൻ മൂന്നാമതായി എന്റെ പ്രിയപ്പെട്ട അനുജ സഹോദരന്മാരോട് പറയുന്നത്, മൊബൈൽ ഉപയോഗിക്കണ്ട എന്ന് പറഞ്ഞാൽ ഓൻ പരമബുദ്ധിയാണ്, പക്ഷെ നിയന്ത്രിക്കണം. പഴയ ഇമാമിങ്ങളുടെ കിതാബ് പൊടിയെട്ടിയിട്ട് എടുത്ത് നോക്കുമ്പോൾ ആ ബർക്കത്തുണ്ടല്ലോ, ഈ സാധനത്തിന് ഒരിക്കലും ഉണ്ടാവില്ല. രണ്ടാമത് ഞാൻ പറയാം, മൊബൈൽ അമിതമായി ഉപയോഗിക്കുന്നവന് മെമ്മറി കുറയും. അപ്പൊ ഇൽമുണ്ടോ? ഇൽമുണ്ട്. റേഞ്ച് ഉണ്ടെങ്കിൽ. റേഞ്ച് ഇല്ലെങ്കിലോ ഇൽമില്ല. തലയിലുണ്ടാവൂല. ഇൽമി ഫി മുബൈലി വമുബൈലി ഫി സുന്ദൂഖി വസുന്ദൂഖി ഫി ബൈത്തി. അപ്പൊ നതീജ എന്താ? ഫഇൽമി ഫി ബൈത്തി. ഇവിടേക്കാണ് ഉമ്മത്ത് പോണത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മര്യാദക്ക് ഒരാൾ ഒരു വിഷയം ചോദിച്ചാൽ നിന്ന് നിപ്പിൽ പറയാൻ കഴിയണില്ല, എടുത്തു നോക്കാണ്. റേഞ്ച് ഇല്ലേ? ജാഹില്. റേഞ്ച് ഉണ്ടോ? ആലിം. സഹായത്തിന് ഇതൊക്കെ പറ്റും. ഇതൊക്കെ വസായിലാണ്, ഒന്നും പാഠം നിഷേധിക്കാൻ പറ്റൂല. പക്ഷേ ആ പഴയ ഇമാമിയങ്ങളെ കിതാബ് എടുക്കുക, ആ മുസന്നിഫിന്റെ വലിയൊരു ഫാത്തി ഓതുക, എന്നിട്ടൊന്ന് ഇബാറത്ത് നോക്കാണ്. അതിന് കിട്ടുന്ന ഒരു ഹിഫ്ള് ഉണ്ട്. അത് നിങ്ങൾ എങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും യന്ത്രങ്ങളിലൂടെ കിട്ടൂല. ഞാൻ എന്റെ പ്രിയപ്പെട്ട അനുജ സഹോദരന്മാരോട് ഞാൻ കൽപ്പിക്കുകയില്ല, ഉണർത്തുകയാണ്. ഞാൻ ചെയ്യുന്നതെങ്കിലും എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാമല്ലോ. അത് മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ദീർഘമായി പറയുന്നില്ല. അതുപോലെ തന്നെ മറ്റൊന്ന് നിങ്ങളോട് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട നല്ല ഉസ്താദിന്റെ നമ്മുടെ പ്രായത്തിലുള്ള ഒരു കാലമുണ്ടായിരുന്നു. അക്കാലത്തേതുപോലെയല്ല ഇപ്പോഴത്തെ ദഅവത്ത്. മോനെ, ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാനൊരു പ്രസംഗം